അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഹലീമ സാദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് ഉമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയതുവരെ നമ്മൾ പറഞ്ഞു. നമുക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ, അതായത് 6 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം ജീവിക്കുന്നത് തൻ്റെ വല്ലിപ്പാടെ കൂടെയാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ. പക്ഷേ അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 8 വയസ്സുള്ളപ്പോൾ മരണപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ അങ്കിളായ അബൂ താലിബിൻ്റെ കൂടെയാണ്. പിന്നീടുള്ള 40 വർഷക്കാലം, അതായത് അബൂ താലിബിൻ്റെ മരണം വരെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിൽ ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സംരക്ഷണയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന നോർമലിയുള്ള ആളുകൾ ചെയ്തിരുന്ന തെറ്റുകളോ പാപങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഒരു ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആട്ടിടയനായിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരന്, അദ്ദേഹം ഒരു ആട്ടിടയനാണ്, അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇന്ന് രാത്രി എനിക്ക് മക്കയിൽ എൻ്റെ കൂടെയുള്ളവരൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പാർട്ടി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോകണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനാണ്, എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയണം, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് രാത്രി ഞാൻ പോവാം, അപ്പോൾ അതുവരെ നീ എൻ്റെ ആടുകളെ ഒന്ന് നോക്ക്, ഞാൻ പോയിട്ട് വരുന്നവരെ. അങ്ങനെ ആ എഗ്രിമെൻറ്റിൽ സമ്മതിച്ച് അദ്ദേഹം രാത്രി പോവുകയാണ്. അങ്ങനെ ആ സ്ഥലത്തെത്തി അദ്ദേഹം അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ മ്യൂസിക് കേട്ട് തുടങ്ങിയ സമയത്ത് തന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ചെവികളെ അടച്ച് അങ്ങനെ തന്നെ അദ്ദേഹം അവിടെ വീണ് ഉറങ്ങി പോവുകയാണ്. അദ്ദേഹം ഉണർന്നപ്പോഴത്തേക്കും പാർട്ടി കഴിഞ്ഞു. അടുത്ത ദിവസം ഇതേപോലെ തന്നെ വേറൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുമ്പ് കൂട്ടുകാരനോട് ചെയ്ത അറേഞ്ച്മെൻറ്റ് പോലെ വീണ്ടും ആടുകളൊക്കെ നോക്കും, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും പോകുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും സംഭവിക്കുന്നു. അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. എഴുന്നേൽക്കുമ്പോൾ പാർട്ടി തീരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഇത് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹത്തിന് മനസ്സിലായത് അള്ളാഹുടെ ഭാഗത്തു നിന്നുള്ളൊരു സൈനാണ് എന്ന്. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സെയ്ദ് ബിൻ ഹാരിസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ അല്ലെങ്കിൽ വളർത്തുപുത്രന് ആയിരുന്ന സെയ്ദ് ബിൻ ഹാരിസ പറയുന്നുണ്ട്, അദ്ദേഹം തവാഫ് ചെയ്യുമ്പോൾ അവിടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തവാഫ് ചെയ്യുമ്പോൾ ആ വിഗ്രഹങ്ങളിൽ തൊട്ടിട്ടാണ് തവാഫ് ചെയ്തിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് തൊടാറില്ലായിരുന്നു. അതൊരു അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറയുകയും ചെയ്തു, നീ അത് തൊടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിപ്പോൾ തൊട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിലത് തൊട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, തൊടരുതെന്ന് പറഞ്ഞതല്ലേന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെ മനസ്സിലായി ഈ വിഗ്രഹങ്ങൾ തൊടാൻ പാടില്ല എന്നുള്ളത്? അത് നമുക്കറിയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഹിദായ അല്ലെങ്കിൽ നേർമാർഗ്ഗമായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹും ഒരിക്കലും വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, കൂടെയുള്ള കുടുംബക്കാരെയും പറഞ്ഞ് അതിൽ നിന്ന് മാറ്റുമായിരുന്നു. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് വേറെ ഉണ്ട്. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫസ്റ്റത്തെ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്ന് നോക്കാം. നമുക്കറിയാം അദ്ദേഹം ഏറ്റവും ആദ്യം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ആട്ടിടയാനായിട്ടാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ഒരൊറ്റ നബിനെ പോലും ഒരു ആട്ടിടയാനല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല എന്ന്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, താങ്കളും ആട്ടിടയനായിരുന്നു എന്ന്. അപ്പോൾ അതെ, ഞാൻ ആടുകളെ മേച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളെയും ഈ ഒരു ലൈൻ ഓഫ് വർക്കിൽ ട്രെയിൻ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പഠിക്കുന്ന ഒരു ലെസൺ, ഫസ്റ്റത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തം. എല്ലാ ആട്ടിടയന്മാരും ഭയങ്കര റെസ്പോൺസിബിളാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂട്ടം ആടുകളെ അത് അവരുടെ ഉത്തരവാദിത്തത്തിലാണ് കൊണ്ടുപോകണം. മിക്കവാറും ഈ ആട്ടിടയന്മാരൊക്കെ ആരെങ്കിലും ഹയർ ചെയ്യണതാണ് ജോലിക്ക്. അപ്പോൾ ഇവർ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നത്, എൻ്റെ ആടുകളെ മുഴുവൻ നോക്കാൻ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ, അയ്യോ ആ ആട് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല, അല്ലെങ്കിൽ ആ ആട് അതിലേ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര ആടുണ്ടോ അത്രയും കറക്റ്റ് എണ്ണത്തിൽ ഹെൽത്തിയോടെ നമ്മൾ തിരിച്ചു കൊടുക്കണം.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഉത്തരവാദിത്തമാണ് ഈ ആളുകൾ ആട്ടിടയന്മാർ പഠിക്കുന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ജനതയ്ക്ക് വേണ്ടി റെസ്പോൺസിബിളാണ്. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിന് റെസ്പോൺസിബിളാണ്. അതുപോലെ ഈ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടതാണ് ഈ ജനതയ്ക്ക് മുഴുവനും, അല്ലേ? അപ്പോൾ അവരെ ആദ്യം ട്രെയിൻ ചെയ്ത് ആട്ടിടയന്മാരായിട്ടാണ്. അപ്പോൾ അവരതിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി പഠിച്ച്. ഇനി നമ്മൾ അടുത്തൊരു ലെസൺ എന്ന് പറയുന്നത് ക്ഷമ, പേഷ്യൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ആടുകളെ ഈ കൂട്ടത്തിന് അവരെ ഭക്ഷണം തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവർ അവരെ സമയമെടുത്ത് ഭയങ്കര സ്ലോ ആയി എങ്ങനെ പോകുള്ളൂ. നമുക്ക് തിരക്കൂട്ടിട്ട് അതെ നിങ്ങൾ നേരെ നടക്ക്, നിങ്ങൾ തല്ല് പിടിക്കല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണം. അവർ പരസ്പരം തല്ലോടിയും ഇതാക്കി ഇപ്പം നമ്മൾ പതുക്കെ അവരുടെ സമയം എടുത്തിട്ട് കഴിക്കാറുണ്ട്. വേഗം കഴിക്കുക, നമുക്ക് വീട്ടിൽ പോകണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ തിന്ന് കഴിയുന്നവരെ ആട്ടിടയന്മാർ ഒരു കല്ലിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ക്ഷമ എന്നൊരു സംഭവം ശരിക്ക് അവർ പഠിക്കുകയാണ്. നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, അവർ ബനു ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജനതയാണ്. ഖുറാൻ്റെ പല കാര്യങ്ങളും അവരെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ. പക്ഷേ മൂസാ നബിക്ക് ഈ ആട്ടിടയനാവുന്ന ഒരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് 10 കൊല്ലത്തോളം അദ്ദേഹം ആട്ടിടയനായി അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് ശരിക്കും ആ ഒരു ജനതയോട് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ക്ഷമയോടെ നിൽക്കാൻ പറ്റിയത്. അതുപോലെ നൂഹ് നബി 950 വർഷം ദഅവ ചെയ്തു. എന്നിട്ടും ഒരു പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒക്കെ ചെയ്തു അല്ലേ, രാവും പകലൊക്കെ. എന്നിട്ടും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ നിലയ്ക്ക് 950 വർഷം അപ്പം അത്രയും ക്ഷമയൊക്കെ അദ്ദേഹം ഈ ഒരു ലൈൻ ഓഫ് വർക്കിൽ നിന്ന് കിട്ടിയതാണ്. ഇനി മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ, സംരക്ഷണ. കാരണം ഒരു ആട്ടിടയൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ഫ്ലോക്കിന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആടിൻ്റെ കൂട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ടാവും. ചെന്നായ്ക്കളായിക്കോട്ടെ, മറ്റുള്ള മൃഗങ്ങളായിക്കോട്ടെ, അസുഖങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും പല ഡേഞ്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ വേണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് എണ്ണം തിരിച്ചു കൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതുപോലെ ഈ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ജനതനെയും പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, ഫിസിക്കലും സൈക്കോളജിക്കലും എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മദീനയിൽ രാത്രി ഒരു കമ്മോഷൻ, എന്തോ ഒരു ബഹളം കേട്ടിട്ട് അപ്പോൾ കുറച്ച് സഹാബികൾ എന്ത് ചെയ്ത് വേഗം അവരെ ആയുധങ്ങളൊക്കെ എടുത്ത് കുതിരപ്പുറത്ത് അങ്ങോട്ട് ഓടി എത്തുകയാണ് എവിടുന്ന സൗണ്ട് തുടങ്ങിയതെന്ന് വെച്ചിട്ട്. അവരവിടെ ചെന്നപ്പോഴത്തേനും അവരെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി അവിടുന്ന് സംഭവം എന്താണെന്ന് തിരക്കിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര ഫാസ്റ്റായിട്ട് സഹാബികൾ കുതിരപ്പുറത്ത് അങ്ങോട്ട് എത്തിയപ്പോഴത്തേനും റസൂൽ സല്ലല്ലാഹു അത് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ഫൈനാണെന്നുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രൊട്ടക്റ്റീവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്കിടയ്ക്ക് ശൈത്താനെക്കുറിച്ചും നരകശിക്ഷേനെക്കുറിച്ചും ദജ്ജാലിനെക്കുറിച്ചൊക്കെ വാൺ ചെയ്തുകൊണ്ട് നിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദജ്ജാലിനെ കുറിച്ച് വാൺ ചെയ്ത് അത്രക്ക് വേറൊരു നബിമാരും അവർക്ക് അങ്ങനെ വാൺ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദജ്ജാൽ ഞാനുള്ള സമയത്താണ് വരുന്നതിന് നിങ്ങൾ പേടിക്കേണ്ട, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ റെസ്പോൺസിബിൾ എന്ന്. അപ്പോൾ ഈ ഒരു പാഠം കൂടി, പ്രൊട്ടക്ഷനും കൂടിയും അതിൽ നിന്ന് അവർ പഠിച്ച പാഠം. നാലാമത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾ ക്ലോസർ ടു ദി എർത്താണ്. വെച്ചാൽ അവർ ഇങ്ങനെ വല്ല ഉയരത്തിലുള്ള മൃഗങ്ങളല്ലല്ലോ. അപ്പോൾ അവരുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. എന്തെങ്കിലും ഒരു ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ കാണൂല. പക്ഷേ ഇവരെ കൂടെ നടക്കണ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഉള്ളതാണ്, ഇങ്ങനെ നിൽക്കും, ഇപ്പോൾ ദൂരെ കാണാൻ പറ്റും, എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടെങ്കിൽ ദൂരെ നിന്ന് കാണാൻ പറ്റും, അതൊക്കെ. അപ്പോൾ അതുപോലെ ഈ അമ്പിയാക്കൾക്കും ഡേഞ്ചേഴ്സൊക്കെ നേരത്തെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഈ ആടുകളെ പോലെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് ഡേഞ്ചറാണെന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നതൊക്കെയാണ് ഡേഞ്ചർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞ്, ഞാനും നിങ്ങളും എന്ന് പറയുന്നത് ഒരു തീ നമ്മൾ രാത്രി കത്തിച്ച് വെച്ചാൽ എന്താ ഉണ്ടാവുക, അവിടെ ഇൻസെക്ട്സുകൾ, പ്രാണികൾ മുഴുവൻ അട്രാക്റ്റ് ചെയ്യും അല്ലേ. ഈവൻ പുറത്തൊരു വെളിച്ചം തൂക്കിയിട്ടാൽ തന്നെ അതിന് ആ ബൾബിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങും ഇൻസെക്ട്സ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വെച്ചാൽ ഈ ഇൻസെക്ട്സ് തീ കാണുമ്പോഴും വെളിച്ചമെന്നുള്ള രീതിയിൽ ഓടി വരും, അങ്ങോട്ട് പറന്നു വരും. പക്ഷേ ഒരിക്കലും അത് അവരെ കത്തിക്കരിക്കും എന്നുള്ളത് ഇൻസെക്ട്സിന് മനസ്സിലാവണില്ല. അതുപോലെയാണ് നമ്മളുടെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയണില്ല. അതിന് വോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നത്. അവർക്ക് നേരത്തെ അറിയായിരുന്നു, ഞാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡ്രസ്സ് പിടിച്ച് അതിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും, നിങ്ങളതിലേക്ക് തന്നെ പോവുകയാണെങ്കിലും. അതുപോലെ നിങ്ങൾ തീയിലേക്ക് ചാടാൻ വേണ്ടി പോവുകയാണ്, ഞാനത് നിങ്ങളെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന പോലെയാണ്.
അദ്ദേഹം പറയുന്നുണ്ട് ഒരു എന്താ പറയുക, കണ്ണ് കാണാത്തൊരു മനുഷ്യൻ നടന്നു പോയിട്ട്, അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഫ്യൂ സ്റ്റെപ്സ് കഴിഞ്ഞ് അദ്ദേഹം വലിയൊരു കുഴിയിലേക്ക് വീഴാൻ പോണ്, അല്ലെങ്കിൽ വല്ല കൊക്കയിലേക്ക് മറിയാൻ പോണ്, അദ്ദേഹം മരിക്കുന്നുണ്ട് ഉറപ്പാണ്. അത് കണ്ടാൽ നമ്മൾ ആരായാലും എന്താ ചെയ്യുക, ഒച്ചെടുക്കും, എന്നിട്ട് ഓടുക, അങ്ങോട്ട് ചാടി ഓടുക, ഒച്ചെടുക്കുക, എങ്ങനെയെങ്കിലും ആളെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റാൻ നോക്കും. അല്ലാതെ നമ്മൾ നടന്നിട്ട് ഇവരോട് എങ്ങനെ നമ്മൾ പൊളൈറ്റായിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കാൻ നോക്കില്ല. നമ്മൾ ഏറ്റവും സൗണ്ടിൽ, എത്ര സൗണ്ടിൽ നമുക്ക് ഒച്ചെടുക്കാൻ പറ്റും അത്രയും സൗണ്ടിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുമല്ലേ. അതേപോലെയാണ് അമ്പിയാക്കളൊക്കെ ചെയ്തിരുന്നത്. അവർ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വാർണിംഗ് തരും, അല്ലാതെ അവർ ഈ ഷുഗർ കോട്ട് ചെയ്ത് നമ്മളതാക്കി അങ്ങനെയൊന്നുമല്ല അദ്ദേഹം. അവർ ശ്രമിച്ചിരുന്നത് എന്താ, ആരുടെയും എന്താ പറയുക ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാനൊന്നുമല്ല, അവർക്ക് ഈ ജനതനെ രക്ഷപ്പെടുത്തണം, അവരെ കെയർ ചെയ്യുന്നുണ്ട് അത്രക്കും. ഈ മൃഗങ്ങളെ നോക്കുമ്പോൾ ആരെങ്കിലും മൃഗത്തിനെ ഉപദ്രവിക്കാൻ വന്നാൽ ഇവർ സമ്മതിക്കില്ല, പ്രൊട്ടക്റ്റ് ചെയ്യൂല. അതുപോലെ തന്നെ ഈ മനുഷ്യന്മാരെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈവൻ എപ്പോഴും എല്ലാ സമയത്തും സെയിം വാർണിംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നുകൊണ്ടേയിരുന്നിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ് അടുത്ത ലെസൺ. ഭയങ്കര സിമ്പിൾ ലൈഫാണ് ഒരു ഷെപ്പേർഡിന് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മരുഭൂമിയിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ മെർസിഡീസ് ബെൻസോ ഫ്രിഡ്ജോ ഇഷ്ടമുള്ള ഫുഡും ടി വി റിമോട്ട് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊക്കെ ഉള്ള ആളാണ്, ഭയങ്കര റിച്ച് ആണെങ്കിലും നമ്മൾ ഈ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് നടക്കണം, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് വല്ല ഹെവി ആയിട്ടുള്ള ലഗേജ് ഒന്നും കൊണ്ട് കുറേ നേരം നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിമ്പിൾ ഫുഡ് കഴിക്കുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് അവരെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും പഠിക്കും. കാരണം മഴ പെയ്യുണ്ടാവും, കാറ്റാവും, ചൂടാവും, ഇതൊക്കെ ഉണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മഴയുണ്ടെന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്നും പറഞ്ഞിട്ട് ആടുകളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അതും പെട്ടെന്ന് ഇവർ പുറത്തുള്ളപ്പോൾ മഴ അങ്ങനെ പെയ്ത് ആദ്യം ഈ ആടുകളെ മുഴുവനും മഴയില്ലാത്ത ഭാഗത്തേക്ക് എത്തിച്ചിട്ട് ലാസ്റ്റാണ് ഈ ആട്ടിടയന് കവർ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ആറാമത്തെ ലെസൺ എന്ന് പറയുന്നത് ക്ലോസ്നെസ് ടു ദ ക്രിയേഷൻ ഓഫ് അള്ളാഹ്. അതായത് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിൽ നിന്ന് നമ്മളെടുത്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കും, പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കും. നമ്മളെ ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പിന്നെ ഈ ആട്ടിടയനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ സമയം പ്രകൃതി ആസ്വദിക്കാനും കാണാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് അല്ലേ. അള്ളാഹ് പറയണത് എന്താണ്, നിങ്ങൾക്ക് അള്ളാഹുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ നോക്കൂ എന്നാണ് പറയുന്നത്. നമ്മൾ ആകാശമായാലും ഭൂമിയായാലും ചന്ദ്രനായാലും സൂര്യനായാലും എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സുബ്ഹാനല്ലാഹ്, നമ്മൾ വെറുതെ ആകാശത്തേക്ക് നോക്കിയ മേഘങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചില സമയത്ത് പറഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഈ ആട്ടിടയനാകുമ്പോൾ ഒരുപാട് സമയമുണ്ട്, അതുപോലെ ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടും. കാരണം രാവിലെ സൂര്യോദയത്തിന് പോയ സൂര്യാസ്തമയം ആകുമ്പോഴത്തേനും തിരിച്ചെത്തുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇവർ അവരുടെ വയറ് ഫുള്ള് കഴിച്ച് തീരുന്നത് വരെ ഇവരവിടെ അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത്രയും സമയം മുഴുവനും പ്രകൃതിയെ വീക്ഷിക്കാനും കുറേ ചിന്തിക്കാനൊക്കെ ഇവർക്ക് സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഷെപ്പേർഡ് എന്നുള്ള ഒരു ലൈൻ ഓഫ് വർക്കിലുള്ള കുറച്ച് ലെസൺസ്. ഇതിൽ ആട്ടിടയൻ എന്നാണ് പറയുന്നത്, അതായത് ആടുകളെയാണ് നോക്കിയിരുന്നത്, അല്ലാതെ ഒട്ടകങ്ങളെയോ അല്ലെങ്കിൽ പശുക്കളെയോ ഒന്നുമല്ല. കാരണം ഇഷ്ടംപോലെ ഒട്ടകങ്ങളൊക്കെ അവിടെ മേയ്ക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആടുകളെ തന്നെ എടുത്തതെന്ന് വെച്ചാൽ ആടുകൾ വീക്ക് ആനിമലാണ്. ഒട്ടകമോ പശുവൊക്കെ എടുക്കണേക്കാളും വീക്കാണ്, അവർ കൂടുതൽ കെയറും പ്രൊട്ടക്ഷനൊക്കെ വേണം. കാരണം ഒരു ആട് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചെന്നായ ആ ആടിനെ നേരെ ആക്രമിക്കുക, അല്ലാതെ കൂട്ടത്തോടെ നടക്കുന്ന ആടിനെ ആക്രമിക്കില്ല. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളൊരു സമൂഹമായിട്ട് മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ശൈത്താൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു പോകണവരെ എന്താ പറയുക ടെംപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നമ്മളുടെ മേലൊരു പെർമനൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മളെ പേഴ്സണാലിറ്റിയുടെ മേൽ. അതേപോലെ നമ്മളുടെ വർക്കിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പാഷനേറ്റ്, ഭയങ്കര കാരുണ്യമുള്ള അങ്ങനെയാണ് ഭയങ്കര. അപ്പോൾ ഈ ആട്ടിടയന്മാർ അവരോട് ഭയങ്കര മേഴ്സിഫുൾ ആൻഡ് കൈൻഡ് ആയിരിക്കണം, അല്ലാണ്ട് അവരോട് ഭയങ്കര റൂഡായിട്ട് ഹാർഷായിട്ടൊന്നും പെരുമാറാൻ പറ്റില്ല. ഇനി ഒട്ടകങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് സോഫ്റ്റ് ആവാൻ പറ്റില്ല, ഒട്ടകം പറഞ്ഞനുസരിക്കില്ലാത്ത പോലെയാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ട്രെങ്ത്ത് എടുത്തിട്ട് റഫായിട്ട് പെരുമാറണം. പക്ഷേ എന്താ പറയുക, ആടുകളുടെ അടുത്ത് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ നമ്മളായി പോകണം. അപ്പോൾ ഇവർ ഒട്ടകത്തിനെ മേയ്ക്കുകയാണെങ്കിൽ അവർ പിന്നീട് റഫ് ആൻഡ് ടഫായി മാറും. പക്ഷേ ആടുകളെ മേയ്ച്ചുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് കൈൻഡ് ഹാർട്ടഡായിട്ട് മാറും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ടീച്ചർക്ക് ഡോക്ടറെക്കാളും വ്യത്യസ്തമായ പേഴ്സണാലിറ്റിയാണ്, ഡോക്ടർക്കാണെങ്കിൽ എഞ്ചിനീയറെക്കാളും വ്യത്യസ്തമായ പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലേ. കൃഷിക്കാർക്ക് വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും,
ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഡോക്ടർമാർ കുറച്ച് കാലം കഴിയുമ്പോൾ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് എഴുതാൻ അറിയാതാവുന്ന പോലെയാണ്, സ്ക്രിബിൾ ചെയ്യുന്ന പോലെയാണ്. അതേപോലെ ഒരു ടീച്ചർ ഒരുപാട് കാലം ടീച്ചറായ ഒരാൾ ഒരു ഫാദർലി അല്ലെങ്കിൽ ഒരു മദർലി ഫിഗർ പോലെയാണ്. എപ്പോഴും മറ്റുള്ളവരെ ഈ കുട്ടികളോട് പെരുമാറുന്ന പോലെ ആയിരിക്കും മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഉപദേശിക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യാം. അതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ അക്കാഡമിക് ഫീൽഡിൽ ഒരുപാട് നാൾ ഉണ്ടായിട്ടുള്ള ഒരാൾ, അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ അക്കാഡമിക് വേൾഡിൻ്റെ പുറത്ത് പോയാലും അവർ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് വാക്കുകളൊക്കെ ആയിരിക്കും. ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ക്ലാസ്സിലെടുക്കുന്നത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, പക്ഷേ എനിക്ക് ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്ന എൻ്റെ അടുത്ത് പറയും. കാരണം എന്താ, ഞാൻ പഠിപ്പിക്കുന്നത് കൂടുതലും പ്രൈമറി ലെവൽ കുട്ടികളാണ്. ഇനി വലിയ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇവർ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വരുന്നത് PhD കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ്. അവർ അവരുടേതായ ഭയങ്കര കടുകട്ടി വാക്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പൊളിറ്റിക്സിലുള്ളൊരു കുറച്ചും കൂടി ഡിസെപ്റ്റീവ് ആയിരിക്കും, മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു ഫീല് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ട്രെയ്റ്റ്സ് നമ്മളിലേക്ക് വരും. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൊഫഷനാണ് മിക്കവാറും എടുക്കുക, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ടുള്ളത്. പക്ഷേ എങ്കിലും കുറേ നാൾ ആ ഒരു ജോലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ എല്ലാ ഫീൽഡിലും പോകരുതെന്നല്ല, പക്ഷെ നമ്മളുടെ ചില ആളുകളുടെ മൈൻഡ് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവില്ല, ചിലരത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും അല്ലേ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് ആ ഒരു ഫീൽഡിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാഡ് എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇനി ഇവൻ പൊളിറ്റിക്സിൽ ഫുൾ നുണ പറയില്ല, അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ട് പൊതുവേ. അപ്പോൾ മുസ്ലിംസ് പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇമേജ് മാറ്റുകയാണ് വേണ്ടത്. സ്വഹാബികളൊക്കെ എല്ലാ പൊളിറ്റിക്സിലും അവർ ചെയ്തിട്ടും പക്ഷെ അവർ നല്ല ഗവർണറായിട്ടും ആർമി ലീഡറായിട്ടും ഒക്കെ ചെയ്തിട്ടില്ല. പക്ഷേ എത്ര നല്ല എക്സാമ്പിളാണ് നമുക്കുള്ളത്. ഭയങ്കര ഓണസ്റ്റി, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, റെസ്പോൺസിബിൾ, ഇതൊക്കെയാണുള്ളത് അല്ലേ. അപ്പോൾ ജസാക്കല്ലാഹ് ഖൈർ. ഇത്ര നേരം കേട്ടതിന്. നമ്മൾ ആ ഒരു റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചൊരു നീണ്ടുപോയി. ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.